മീനൊന്നും എടുക്കാനില്ലാത്ത ദിവസം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴുതന പീര വറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. വഴുതനങ്ങ ഇതുപോലെ നീളമുള്ള കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും പിന്നെ അവനവൻ്റെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടെ ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതോളൊക്കെ ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞും വരണം, അതുപോലെ തന്നെ ഉൾവശമൊക്കെ ഒന്ന് വെന്തും വരണം. ആ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 7-8 കുഞ്ഞുള്ളിയും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചിയും പിന്നെ ഇതേ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾക്ക് മഞ്ഞൾ പൊടി, ഉപ്പ്, മുളക് പൊടി പിന്നെ ഒരു ലേശം ഉലുവാപ്പൊടി ഒന്ന് ഒതുക്കി കൊണ്ടുവരാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇതേണ്ട ഒതുക്കി വെച്ചിട്ടുള്ള നമ്മളുടെ തേങ്ങയുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടുണ്ടായിരുന്നു. ആ പുളി ഒരല്പം വെള്ളത്തോട് കൂടെ തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് തൂവി കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.